അറിഞ്ഞു കാണും, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് വിൽപ്പനയ്ക്കായി ഇറക്കുമതി ചെയ്യപ്പെട്ട വളരെ വിലപിടിപ്പുള്ള കുറച്ച് വലിയ ഗ്ലാസുകൾ എത്തുന്നു. വിദേശ രാജ്യങ്ങളിലും ബാംഗ്ലൂർ, മുംബൈ പോലുള്ള നഗരങ്ങളിലുമൊക്കെ ഇത്തരം ഗ്ലാസുകൾ വളരെ പ്രൊഫഷണൽ ആയാണ് ഇറക്കുന്നത്. ഗ്ലാസിന്റെയും ഇറക്കുന്ന ആളിന്റെയും സുരക്ഷ പരിഗണിച്ചാണിത്. പക്ഷേ മരട് കുണ്ടന്നൂരിലെ CITU സഹാക്കൾക്ക് ഇത് ഇറക്കിയേ പറ്റൂ. നോക്കുകൂലി പാടില്ല എന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ട് ചേട്ടന്മാരൊക്കെ കൂടി അത് തോർത്തുമുണ്ട് ചുറ്റി ഇറക്കാമെന്നാണ് പറയുന്നത്. സക്ഷൻ കപ്പ്, ഡോളി, ഗ്യാസ് ലിഫ്റ്റർ മുതലായ ഉപകരണങ്ങളുമായി സേഫ്റ്റി ഗ്ലാസും കട്ട് റെസിസ്റ്റീവ് ഗ്ലൗസും ഹെൽമറ്റും ഷൂസും ഒക്കെ ധരിച്ച പ്രൊഫഷണലായ ആളുകളെ കമ്പനി ശാസ്ത്രീയമായി ഇറക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യിക്കില്ല, പകരം ഞങ്ങൾ തന്നെ ഇറക്കും എന്ന ഭീഷണിയിലാണ് സഖാക്കൾ. എന്നാൽ ഗ്ലാസ് സുരക്ഷിതമായി എത്തിക്കും എന്ന് കരാർ എഴുതി നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ അതും പറ്റില്ല പോലും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് പൊട്ടുമത്രേ. അത് ഉടമ സഹിക്കുകയാണ് പതിവെന്ന്. നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്ന ഒരിടത്തെ ദുരവസ്ഥയാണിത്. ഒരുപക്ഷെ നോക്കുകൂലി കൊടുക്കാൻ ഉടമ തയ്യാറായിരുന്നെങ്കിൽ ഇവർ കലഹിക്കില്ലായിരിക്കാം. പക്ഷേ അതാണോ നീതി? പണ്ട് എറണാകുളം നഗരത്തിൽ മനുഷ്യർ വലിക്കുന്ന റിക്ഷകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് സൈക്കിൾ റിക്ഷയും ഓട്ടോറിക്ഷയും ഒക്കെയായി. കാലത്തിനൊത്ത് പുരോഗമിക്കാതെ അവരൊക്കെയും നോക്കുകൂലി വാങ്ങാൻ നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അതുപോലെ തന്നെ ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികളും കാലത്തിനൊപ്പം പരിവർത്തനപ്പെടണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് എക്യുപ്മെന്റ്സ്, ചരക്കുകളുടെ സുരക്ഷ, ഫയർ പ്രൊട്ടക്ഷൻ മെഷർമെന്റ് എന്നിങ്ങനെ ആധുനിക കാല ലോഡിംഗ് അൺലോഡിംഗ് മേഖല ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. യൂണിയൻകാരെ നോക്കുകൂലി വാങ്ങുന്ന ഗുണ്ടകളാക്കി വളർത്താതെ അവർക്ക് ഈ വിഷയത്തിൽ വേണ്ട നൈപുണ്യ പരിശീലനമാണ് സർക്കാരും സംഘടനയും ഒക്കെ നൽകേണ്ടത്. ആധുനിക ഉപകരണങ്ങളെ പറ്റി പഠിപ്പിക്കുകയും പരിശീലനം നൽകുകയും ചെയ്താൽ തൊഴിലാളിയും ചരക്കു വസ്തുക്കളും ഒക്കെ പോലെ സുരക്ഷിതമാക്കുകയും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. അല്ലാതെ പഴയ മോഡൽ മീശപിടിയും തലയെക്കെട്ടും ചട്ടമ്പിത്തരവും ഒക്കെ തുടരാനാണെങ്കിൽ ഉള്ള സ്ഥാപനങ്ങൾ കൂടി ഇവിടുന്ന് പൂട്ടിക്കെട്ടി പോകത്തേ ഉള്ളൂ.